ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലുള്ള ഒരു സ്റ്റോറിയാണ്. ഫ്ലൈയിങ് കൈറ്റ്സ് എന്നാണ് ഈ ഒരു സ്റ്റോറിയുടെ പേര്. പറക്കുന്ന പട്ടങ്ങൾ. കൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടങ്ങൾ എന്നാണ് കേട്ടോ മീനിങ്. അപ്പോൾ ഇവിടെ എന്താണ്? പറക്കുന്ന പട്ടങ്ങൾ. അതാണ് നമ്മളുടെ സ്റ്റോറിയുടെ ടൈറ്റിൽ. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? കുട്ടികൾ, ഈ ഒരു പിക്ചറിലുള്ള കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. എന്താ ചെയ്യുന്നത്? അവർ പട്ടം പറത്താണല്ലേ, നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കുട്ടികളോട് ചോദിക്കുക, ഈ ഒരു പിക്ചർ കാണിച്ചിട്ട്. അപ്പോൾ അവർ ആൻസർ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ സ്റ്റോറി നോക്കാം. വാട്ട് എ ബ്യൂട്ടിഫുൾ റെഡ് കൈറ്റ്. എന്താ പറയുന്നത്? വാട്ട് എ ബ്യൂട്ടിഫുൾ റെഡ് കൈറ്റ്. എന്തൊരു മനോഹരമായ ഭംഗിയുള്ള ചുവന്ന പട്ടം. റെഡ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് അല്ലേ, കൈറ്റ് എന്ന് പറഞ്ഞാൽ പട്ടം. അപ്പോൾ എന്തൊരു ഭംഗിയുള്ള ചുവന്ന പട്ടം. ഇറ്റ് ഈസ് ഫ്ലൈയിങ് സോ ഹൈ. അത് എന്താണ്? പറക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ്? സോ ഹൈ, വളരെ ഉയരത്തിൽ പറക്കുന്നുണ്ട്. മിനു സെറ്റ്. അപ്പോൾ മിനു പറഞ്ഞു. ഇത് പറയുന്നത് ആരാണ്? മിനു ആണ് കേട്ടോ. ഇറ്റ് ഈസ് മൈൻ, റിയ സെറ്റ് പ്രൗഡ്ലി. അപ്പം ഇത് എൻ്റേതാണ്, ഇറ്റ് ഈസ് മൈൻ എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? റിയാസ് സെറ്റ് പ്രൗഡ്ലി. പ്രൗഡ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടു കൂടി. ആരാ പറഞ്ഞത്? റിയാസ്. ഓക്കെ. അപ്പോൾ ഈ പട്ടം എൻ്റേതാണ്, ഇങ്ങനെ ഉയരങ്ങളിൽ പറക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് കളർ പട്ടം എൻ്റേതാണ് എന്ന് റിയാസ് അഭിമാനത്തോടു കൂടി പറഞ്ഞു. കാരണം എന്താണ്? നമുക്ക് ആ ഒരു പിക്ചറിൽ നോക്കിയാൽ കാണാം, ഏറ്റവും ഹൈറ്റിൽ പറക്കുന്നത് റിയാസിൻ്റെ പട്ടമാണ്, റെഡ് കളർ പട്ടമാണ് അല്ലേ. മിനു, ഡു യു വാണ്ട് ടു ഫ്ലൈ ദ കൈറ്റ്? റിയാസ് ആസ്റ്റ്. അപ്പം മിനുവിനോട് ചോദിക്കുകയാണ്, ഡു യു വാണ്ട് ടു ഫ്ലൈ ദ കൈറ്റ്? നിനക്ക് ഈ പട്ടം പറത്തണോ? റിയാസ് ആസ്റ്റ്. റിയാസ് മിനുവിനോട് ചോദിച്ചു. മിനു ലൈക്ക് ടു ഫ്ലൈ ദ കൈറ്റ്. മിനുവിന് എന്താണ്? കൈറ്റ് പറത്താൻ വേണ്ടിയിട്ട്, പട്ടം പറത്താൻ ഇഷ്ടമാണ്. ബട്ട് ഷീ സെറ്റ് നോ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ അവൾ എന്താ പറഞ്ഞത്? ഷീ സെറ്റ് നോ, വേണ്ട, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഐ വിൽ സിറ്റ് ആൻഡ് വാച്ച്. ഞാനിവിടെ ഇരുന്ന് കണ്ടോളാം. വാച്ച് മീൻസ് എന്താണ്? കാണുക അല്ലേ. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഈ പട്ടം പറത്തുന്നത് കണ്ടോളാം എന്ന് അവൾ പറയാണ്. കൈറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഫ്ലൂ അപ്പ് ഇൻ ദ സ്കൈ. കൈറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ നിറത്തിലുള്ള പട്ടങ്ങൾ. ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കേട്ടോ. അപ്പോൾ വ്യത്യസ്തമായ നിറത്തിലുള്ള പട്ടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലൂ അപ്പ് ഇൻ ദ സ്കൈ. ആകാശത്തിൽ അങ്ങനെ ഉയർന്ന് പറക്കുന്നുണ്ട്. ചിൽഡ്രൻ ഷൗട്ടഡ് വിത്ത് ജോയ്. ഇവിടെ ഷൗട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എന്താണ്? അവരുടെ സന്തോഷം കൊണ്ട് അങ്ങനെ ശബ്ദമുണ്ടാക്കുന്നതാണ് പറയുന്നത്. അതാ പറയുന്നത് ചിൽഡ്രൻ ഷൗട്ടഡ് വിത്ത് ജോയ് ആണ്. ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം അല്ലേ. അപ്പോൾ സന്തോഷം കൊണ്ട് അവർ ശബ്ദമുണ്ടാക്കുന്നതാണ് പറയുന്നത്. വൺ ഡേ ഐ വിൽ ഓൾസോ ഫ്ലൈ മൈ കൈറ്റ്. ഒരു ദിവസം, വൺ ഡേ ഐ വിൽ ഓൾസോ ഫ്ലൈ മൈ കൈറ്റ്സ്. ഞാനും എൻ്റെ പട്ടം പറത്തും. മിനു സെറ്റ് ടു ഹെർ സെൽഫ്. മിനു പറഞ്ഞു. മിനു സെറ്റ്, അവൾ പറഞ്ഞു. ആര് പറഞ്ഞു? മിനു പറഞ്ഞു. ടു ഹേർ സെൽഫ്. ഹേർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളോട് തന്നെ. അവൾ സ്വയം പറയാണ്, ഞാനും എൻ്റെ പട്ടം ഒരു ദിവസം പറത്തും എന്ന്. ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡൻറ്റ് മിനു ടേക്ക് റിയാസ് കൈറ്റ്? എന്തുകൊണ്ടാണ് റിയാസിൻ്റെ കൈറ്റ് മിനു എന്ത് ചെയ്യാതിരുന്നത്? എടുക്കാതിരുന്നത്, പറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുട്ടികളോട് ചോദിക്കാം കേട്ടോ ഈ ക്വസ്റ്റ്യൻസ്. വാട്ട് വാസ് മിനുസ് വിഷ്? എന്തായിരുന്നു മിനുവിൻ്റെ ആഗ്രഹം എന്നുള്ളതാണ്, അല്ലെങ്കിൽ താല്പര്യം. വിൽ ഷീ ഗെറ്റ് എ കൈറ്റ് ഫോർ ഹെർ സെൽഫ്? അവൾക്ക് സ്വന്തമായിട്ടൊരു കൈറ്റ് കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കുട്ടികളോട് ചോദിക്കുക, അവർ അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ആൻസർ ചെയ്യട്ടെ. വൈ ആർ ദ ചിൽഡ്രൻ റണ്ണിങ്? എന്തുകൊണ്ടാണ് കുട്ടികൾ ഓടുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് പിക്ചറിൽ നോക്കിയാൽ കാണാം, മഴ പെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾ ഓടുന്നത്. ദ കൈറ്റ്സ് ഫ്ലൂ ഇൻ ദ ജെൻറ്റൽ വിൻഡ്. അപ്പോൾ ഇവർ പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ദ കൈറ്റ്സ് ഫ്ലൂ ഇൻ ദ ജെൻറ്റിൽ വിൻഡ്. അതായത് ജെൻറ്റിൽ എന്ന് പറഞ്ഞാൽ മൃദുവായ, വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ്. അപ്പോൾ ഒരു മൃദുവായ കാറ്റത്ത് ആ ഒരു കൈറ്റ്സ് ഉണ്ടല്ലോ, പട്ടങ്ങളിങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ലോലി ദ വിൻഡ് ബിക്കെയിം സ്ട്രോങ്ങർ. സ്ലോലി എന്ന് പറഞ്ഞാൽ പതിയെ. ദ വിൻഡ് ബിക്കെയിം, കാറ്റ്, ബിക്കെയിം എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു. എന്ത്? സ്ട്രോങ്ങർ, ശക്തമായി തീർന്നു. അപ്പോൾ പതിയെ ഈ കാറ്റിന് എന്താണ്? ശക്തി കൂടി വന്നു. മായ, ദിനു, ലുക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. അപ്പോൾ അങ്ങനെ വിളിച്ച് പറയാണ്. മായ, ദിനു കുട്ടികളുടെ പേരാണ് കേട്ടോ. ലുക്ക്, നോക്കൂ, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ, മഴ പെയ്യാൻ പോവാണ്. ഇറ്റ് വിൽ സ്പോയിൽ അവർ കൈറ്റ്സ്. ഈ മഴ എന്ത് ചെയ്യും? നമ്മളുടെ കൈറ്റ്സിനെ,
പട്ടങ്ങളെ സ്പോയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഈ മഴ എന്ത് ചെയ്യും, നമ്മളുടെ പിന്നെ പട്ടത്തിനെ ഇല്ലാതാക്കും, നശിപ്പിക്കും എന്ന് പറയാണ്. ലെറ്റ്സ് ഗോ ഹോം, നമുക്ക് വീട്ടിലേക്ക് പോകാം. റിയാസ് ഷൗട്ടഡ്, റിയാസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ചിൽഡ്രൻ സ്റ്റോപ്ഡ് പ്ലേയിങ്, അപ്പോൾ കുട്ടികൾ കളിക്കുന്നത് നിർത്തി. ദേ റാൻ ഹോം വിത്ത് ദെയർ കൈറ്റ്സ്, അവർ അവരുടെ വീട്ടിലേക്ക് ഓടി. റാൻ മീൻസ് ഓടി. ഹോം വിത്ത് ദെയർ കൈറ്റ്സ്, അവരുടെ പട്ടങ്ങളും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് അവരവർ ഓടി. മിനു ഗോട്ട് അപ്പ് ആൻഡ് വാക്ക്ഡ് ഹോം, മിനു എന്ത് ചെയ്തു, എഴുന്നേറ്റു. ആൻഡ് വാക്ക്ഡ് ഹോം, എന്നിട്ട് വീട്ടിലേക്ക് നടന്നു. കീ കീ ഷീ ഹേർഡ് എ ക്രൈ, ഷീ ടേൺ ബാക്ക്, അപ്പം കീ കീ എന്നുള്ളൊരു ശബ്ദം അവൾ കേട്ടു. ഷീ ഹേർഡ് എ ക്രൈ, ഒരു കരച്ചിൽ. ഹേർഡ് മീൻസ് കേട്ടു, ക്രൈ എന്ന് പറഞ്ഞാൽ കരയുക അല്ലേ. അപ്പോൾ അവളൊരു കരച്ചിൽ കേട്ടു. ഷീ ടേൺഡ് ബാക്ക്, അവൾ എന്ത് ചെയ്തു, പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഹൂസ് ക്രൈ ഡിഡ് മിനു ഹിയർ, ആരുടെ കരച്ചിലാണ് മിനു കേട്ടത് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജിൽ ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഡസ് മിനു ഫൈൻഡ് ദ ലിറ്റിൽ ബേർഡ്, എവിടെയാണ് മിനു ഒരു കുഞ്ഞി കിളിയെ കണ്ടെത്തിയത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ ഒരു പിക്ചറിൽ കാണാം, മിനു എന്താണ്, ഒരു കുഞ്ഞി കിളീൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ. ഒരു ബേർഡ് ഉണ്ട്. ബേർഡ് എവിടെയാണുള്ളത്, ഒരു മരത്തിൻ്റെ താഴെയാണ് അല്ലേ. ഒരു കുഞ്ഞി ലിറ്റിൽ ബേർഡാണ്, ഒരു കുഞ്ഞി കിളിയാണ്. അപ്പം ഒരു മരത്തിൻ്റെ താഴെയായിട്ടാണ് മിനു ആ ഒരു ലിറ്റിൽ ബേർഡിനെ കണ്ടെത്തിയത്. എ ലിറ്റിൽ ബേർഡ് ഇറ്റ് ഈസ് ഷിവറിങ്, അപ്പോൾ എന്താണ് പറയുന്നത്, ഇതൊരു കുഞ്ഞു പക്ഷിയാണ്. ഇറ്റ് ഈസ് ഷിവറിങ്, അത് തണുത്ത് വിറയ്ക്കുന്നുണ്ട്. ഓ ഇറ്റ്സ് വിങ്സ് ആർ വെറ്റ്, അപ്പോൾ എന്താ പറയുന്നത്, ഓ ഇതിൻ്റെ വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ അല്ലേ. ആർ വെറ്റ് എന്ന് പറഞ്ഞാൽ നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞു കിളിയുടെ ചിറകുകൾ എന്താണ്, നനഞ്ഞിരിക്കുന്നുണ്ട്. ദ ലിറ്റിൽ ബേർഡ് ട്രൈഡ് ടു ഫ്ലാപ്പ് ഇറ്റ്സ് വിങ്സ്, അപ്പോൾ ഈ ഒരു ലിറ്റിൽ ബേർഡ്, ഈ ഒരു കുഞ്ഞി പക്ഷി ശ്രമിച്ചു ടു ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ ചിറകടിക്കുന്നതിനാണ് ഫ്ലാപ്പ് എന്ന് പറയാം. ഇറ്റ്സ് വിങ്സ്, അപ്പോൾ ആ ഒരു കുഞ്ഞി പക്ഷി അതിൻ്റെ ചിറകിട്ടടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, പക്ഷെ അതിന് പറ്റുന്നില്ല അല്ലേ. ഹൗ ക്യൂട്ട് ആൻഡ് സോഫ്റ്റ് ഇറ്റ് കാൺട്ട് ഫ്ലൈ, അപ്പോൾ മിനു ചിന്തിച്ചു. തോട്ട് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്, ഹൗ ക്യൂട്ട് എന്തൊരു ഭംഗിയാണ്, ആൻഡ് സോഫ്റ്റ് എന്തൊരു മൃദുലമാണ്, ഇറ്റ് കാൺട്ട് ഫ്ലൈ പക്ഷേ എന്താണ്, ഇതിന് പറക്കാൻ പറ്റുന്നില്ല. കെയർഫുള്ളി ഷീ ടുക്ക് ദ ബേർഡ് ഇൻ ഹെർ ഹാൻഡ്സ്, കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി മിനു എന്ത് ചെയ്തു, ഷീ ടുക്ക് ദ ബേർഡ്, മിനു ആ ഒരു ബേർഡിനെ എടുത്തു. ഇൻ ഹെർ ഹാൻഡ്സ്, അവളുടെ കൈകളിൽ. മിനു ഹെൽഡ് ഇറ്റ് ക്ലോസ് ടു ഹെർ ഹാർട്ട്, മിനു എന്ത് ചെയ്തു, ആ ഒരു കുഞ്ഞി കിളീനെ ഹെൽഡ് ഇറ്റ് ക്ലോസ് ടു ഹെർ ഹാർട്ട്, അവളുടെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ഓക്കെ. ദ ലിറ്റിൽ ബേർഡ് ഓപ്പൺഡ് ഇറ്റ്സ് ലിറ്റിൽ റെഡ് ബീക്ക്, അപ്പം ഈ ഒരു ലിറ്റിൽ ബേർഡ് കുഞ്ഞി പക്ഷി എന്ത് ചെയ്തു, തുറന്നു ഇറ്റ്സ് ലിറ്റിൽ റെഡ് ബീക്ക്, അതിൻ്റെ ചുവന്ന കളറുള്ള ബീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊക്ക് അല്ലെങ്കിൽ ചുണ്ടെന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ ആ ഒരു കൊക്ക് ഇങ്ങനെ തുറന്നു. വാട്ട് ഹാപ്പൻ ഡിയർ, എന്താണ് പറ്റിയത്, ഡിയർ എന്നൊക്കെ സ്നേഹത്തോടു കൂടി ആ ഒരു പക്ഷിക്കുഞ്ഞിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പം വേർ ഇസ് യുവർ മദർ, ആർ യു അലോൺ, നിൻ്റെ അമ്മ എവിടെയാണ്, ആർ യു അലോൺ, നീ തനിച്ചാണോ, കീ കീ ക്രൈഡ് ദ ലിറ്റിൽ ബേർഡ്. അപ്പം ആ ഒരു കുഞ്ഞിപ്പക്ഷി ഈ ഒരു മിനുവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ, സംസാരിക്കുന്ന പോലെ അതിങ്ങനെ കരഞ്ഞു. കീ കീ ക്രൈഡ് ദ ലിറ്റിൽ ബേർഡ്, ആ ഒരു കുഞ്ഞി കിളി എന്ത് ചെയ്തു, കരഞ്ഞു. ഡോണ്ട് ബി അഫ്രൈഡ് മൈ ഡിയർ, മിനു വിസ്പേർഡ്. അപ്പോൾ മിനു എന്താ പറഞ്ഞത്, ഡോണ്ട് ബി അഫ്രൈഡ്, പേടിക്കണ്ട, മൈ ഡിയർ എൻ്റെ പ്രിയപ്പെട്ട കിളിക്കുഞ്ഞേ. മിനു വിസ്പേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രിക്കുക, അല്ലെങ്കിൽ മന്ത്രിച്ചു, അല്ലെങ്കിൽ പതിയെ പറഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. ഹൗ ഡിഡ് ദ ലിറ്റിൽ ബേർഡ് കം ദെയർ, എങ്ങനെയാണ് ആ ഒരു ലിറ്റിൽ ബേർഡ് അവിടെ എത്തിയത് എന്നാണ് ചോദ്യം. വാട്ട് വിൽ മിനു ഡു വിത്ത് ദ ലിറ്റിൽ ബേർഡ്, മിനു ആ ഒരു ലിറ്റിൽ ബേർഡിന് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. വാട്ട് ഈസ് മദർ ആസ്കിങ് മിനു, എന്താണ് അമ്മ മിനുവിനോട് ചോദിക്കുന്നത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ പിക്ചർ മക്കൾക്ക് കാണിച്ചു കൊടുക്കുക, അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ആൻസർ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറി നോക്കാം. ലുക്ക് മദർ, എ ലിറ്റിൽ ബേർഡ്, മിനു സെറ്റ്. അപ്പം മിനു പറയാണ്, നോക്കമ്മേ, എ ലിറ്റിൽ ബേർഡ്, ഒരു കുഞ്ഞി പക്ഷി. മിനു പറഞ്ഞു. എ ബേർഡ്, വൈ ഡിഡ് യു ബ്രിങ് ഇറ്റ് ഹോം, എന്താണ് അമ്മ ചോദിക്കുന്നത്. എ ബേർഡ്, പക്ഷിയോ, വൈ ഡിഡ് യു ബ്രിങ് ഇറ്റ് ഹോം, നീ എന്തിനാണ് ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക കേട്ടോ, ഹോം എന്ന് പറഞ്ഞാൽ
വീട്. എന്തിനാണ് നീ ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? ആസ്ക്ഡ് ഹർ മദർ. അവളുടെ അമ്മ ചോദിച്ചു. മദർ, ഇറ്റ് ഈസ് ടൂ സ്മോൾ. അപ്പം മിനു എന്താ പറഞ്ഞത്? അമ്മേ, ഇറ്റ് ഈസ് ടൂ സ്മോൾ. ഇത് വളരെ ചെറുതാണ്. സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുത് അല്ലേ? വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം? മദർ ആസ്ക്ഡ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം? നിനക്ക് ഇതിനെ എവിടെ നിന്നാണ് കിട്ടിയത്? മദർ ആസ്ക്ഡ്. അമ്മ ചോദിച്ചു. ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദ പ്ലേ ഗ്രൗണ്ട്. എനിക്കിതിനെ കിട്ടിയത് പ്ലേ ഗ്രൗണ്ട്, കളിസ്ഥലത്ത് നിന്നാണ്. സി ഇറ്റ് കാൺ ഫ്ലൈ. അപ്പോൾ മിനു പറയാണ്, നോക്ക്, ഇറ്റ് കാൺ ഫ്ലൈ, ഇതിന് പറക്കാൻ കഴിയുന്നില്ല. മദർ, ലെറ്റ് മീ കീപ്പ് ഇറ്റ് ഹിയർ പ്ലീസ്. മിനു ബാഗ്ഡ്. അപ്പം മിനു എന്താണ് അമ്മയോട് ചോദിക്കുന്നത്? അമ്മേ, ലെറ്റ് മീ കീപ്പ് ഇറ്റ് ഹിയർ, ഞാനിതിനെ ഇവിടെ നിർത്തിക്കോട്ടെ, ഇവിടെ വളർത്തിക്കോട്ടെ പ്ലീസ്. മിനു ബാഗ്ഡ്. മിനു അമ്മേനോട് യാചിക്കുകയാണ്. ബെഗ് ചെയ്യുക പറഞ്ഞാൽ യാചിക്കുക കേട്ടോ. അപ്പോൾ അമ്മേനോട്, അമ്മ പ്ലീസ് അമ്മ, ഞാനിവിടെ ഇതിനെ നിർത്തിക്കോട്ടെ, ഞാനിതിനെ ഇവിടെ വളർത്തിക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. വൈ ഡിഡ് മിനു ബ്രിങ് ദ ലിറ്റിൽ ബേർഡ് ഹോം? എന്തുകൊണ്ടാണ് മിനു ഈ ഒരു ലിറ്റിൽ ബേർഡിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? എന്തിനാണ്? അതിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അതിനെ വളർത്താൻ വേണ്ടി, നോക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം അത് ഒറ്റയ്ക്കാണ് അല്ലേ? എൻ്റെ അമ്മേനെയും അച്ഛനെയും ഒന്നും മിനു കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ബേർഡ്, ഒരു ലിറ്റിൽ ബേർഡ് അല്ലേ, കുഞ്ഞു ബേർഡല്ലേ, അതിന് ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടേ? അപ്പം നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിനു ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. വിൽ ഹർ മദർ അലൗ ഹർ ടു കീപ് ദ ബേർഡ് അറ്റ് ഹോം? അവളുടെ അമ്മ ഈ ഒരു ബേർഡിനെ വീട്ടിൽ നിർത്താൻ സമ്മതിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അലോ ചെയ്യാന്ന് വെച്ചാൽ അനുവദിക്കുക കേട്ടോ. അപ്പോൾ അനുവദിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം അത് കുട്ടികളോട് ചോദിക്കുക, അതിൻ്റെ ആൻസർ അവർ ആൻസർ ചെയ്യട്ടെ. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. വാട്ട് ഈസ് മിനു ഡൂയിങ്? മിനു എന്താ ചെയ്യുന്നത്? ആ ഒരു ലിറ്റിൽ ബേർഡിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിന് ഫീഡ് ചെയ്യാണ്, ആഹാരം കൊടുക്കുകയാണ്. വേർ ഇസ് ദ ലിറ്റിൽ ബേർഡ് നൗ? ഇപ്പോൾ ലിറ്റിൽ ബേർഡ് എവിടെയാണ്? മിനുവിൻ്റെ റൂമിലാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഈറ്റ് ദീസ് നട്ട്സ് മൈ ഡിയർ, മിനു സെറ്റ്. അപ്പം മിനു എന്താണ് അതിന് കുറച്ച് നട്ട്സൊക്കെ കൊടുത്തത്. നട്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കടലയോ അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലും ആവാം. ഈറ്റ് ദീസ് നട്ട്സ് മൈ ഡിയർ, ഈ നട്ട്സ് കഴിക്കുക എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിക്കിളി എന്ന് പറഞ്ഞ് മിനു പറയാണ്. ദ ലിറ്റിൽ ബേർഡ് പെക്ഡ് ദ നട്ട്സ് ഫ്രം മിനൂസ് ഹാൻഡ്. അപ്പോൾ ലിറ്റിൽ ബേർഡ് എന്ത് ചെയ്തു? പെക്ഡ് ദ നട്ട്സ്. പെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പെക്ഡ് മീൻസ് കൊത്തുക എന്നുള്ളതാണ് കേട്ടോ. കൊത്തിയാണല്ലോ ഈ കിളികളൊക്കെ ആഹാരം കഴിക്കുക. അപ്പം ഇങ്ങനെ നട്ട്സ് ഇങ്ങനെ കൊത്തി തിന്നു എന്നുള്ളതാണ്. പെക്ഡ് ദ നട്ട്സ് ഫ്രം മിനൂസ് ഹാൻഡ്. മിനുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു നട്ട്സ് ഇങ്ങനെ എന്ത് ചെയ്തു? ആ ഒരു കുഞ്ഞിക്കിളി ഇങ്ങനെ കൊത്തി എടുത്തു എന്നുള്ളതാണ്. ഓ യു ടിക്കിൾ മീ. അപ്പോൾ മിനു പറയണോ, യു ടിക്കിൾ മീ, നീ എന്നെ ഇക്കിളിയാക്കുന്നു. ടിക്കിൾ മീൻസ് ഇക്കിളിയാക്കുക കേട്ടോ. മിനു ഗിഗിൾഡ്. ഗിഗിൾ മീൻസ് ഇവിടെ ഇക്കിളിയാവുമ്പോൾ ചിരിക്കില്ലേ, അതിനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പം മിനു ഞാൻ ഇക്കിളിയാക്കണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. വാട്ട് വിൽ ഐ കോൾ യു? ഞാൻ നിന്നെ ഇപ്പം എന്താ വിളിക്കുക? കിറ്റി. യെസ് കിറ്റി, ഇറ്റ് ഈസ് എ നൈസ് നെയിം. അപ്പോൾ മിനു പറയാണ് കിറ്റി, കിറ്റി എന്ന് വിളിക്കാം. യെസ് കിറ്റി, അതെ കിറ്റി, ഇറ്റ് ഈസ് എ നൈസ് നെയിം, അത് നല്ലൊരു പേരാണ്. കീ ദ ലിറ്റിൽ ബേർഡ് ലുക്ക്ഡ് അറ്റ് മിനു ഹാപ്പിലി. അപ്പം ആ ഒരു ബേർഡ് കീ എന്ന് കരഞ്ഞുകൊണ്ട് ദ ലിറ്റിൽ ബേർഡ് ലുക്ക്ഡ് അറ്റ് മിനുവിനെ നോക്കി ഹാപ്പിലി, സന്തോഷത്തോടു കൂടി. മൈ കിറ്റി വിൽ ബി ഓൾ റൈറ്റ് സൂൺ. എൻ്റെ കിറ്റി എത്രയും വേഗം തന്നെ ഓക്കെ ആവും, സുഖം പ്രാപിക്കും. മിനു ടുക്ക് എ ഡീപ് ബ്രെത്ത്. അപ്പോൾ മിനു ഒരു ദീർഘനിശ്വാസം എടുത്തു. ഇങ്ങനെ അങ്ങനെ പറയില്ലേ, അത്. ക്യാൻ ദ ബേർഡ് ഫ്ലൈ നൗ? ഇപ്പോൾ ആ ഒരു ബേർഡിന് പറക്കാൻ പറ്റുന്നുണ്ടോ? വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ പെറ്റ്? നിങ്ങളുടെ പെറ്റിന്, നിങ്ങൾക്ക് വളർത്തുന്ന എന്തെങ്കിലും പെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഡു യു ലൈക്ക് ദ നെയിം കിറ്റി? നിങ്ങൾക്ക് കിറ്റി എന്നുള്ള പേര് ഇഷ്ടമായോ? അതൊക്കെയാണ് ചോദ്യം. അപ്പോൾ ഇത് കുട്ടികളോട് ചോദിക്കുക, അവരിങ്ങനെ ആൻസർ ചെയ്യട്ടെ കേട്ടോ. ഈ ഒരു സെക്ഷൻ വായിച്ചു കൊടുത്തതിന് ശേഷം അവർക്ക് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ അവർ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ വെച്ചിട്ട് അവർ ഇമാജിൻ ചെയ്ത് ആൻസർ ചെയ്യട്ടെ. ഇവിടെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നോക്കാം. വൈ ഈസ് മിനു സോ ഹാപ്പി? എന്തുകൊണ്ടാണ് മിനു വളരെയധികം ഹാപ്പി ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. നമുക്കിവിടെ കാണാം മിനു മദറും ഒക്കെ ഹാപ്പിയാണ് അല്ലേ. വാട്ട് ചേഞ്ചസ് ഡു യു സീ ഇൻ കിറ്റി? കിറ്റിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കാണാൻ കഴിയുന്നത് എന്നാണ് നമുക്ക് കാണാം അല്ലേ. അതിൻ്റെ വിങ്സൊക്കെ നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതിന് നന്നായിട്ട് പറക്കാനും പറ്റുന്നുണ്ട് അല്ലേ. ടെയിലൊക്കെ സൂപ്പറാണ്, അതിൻ്റെ വാല്. അപ്പോൾ നമുക്ക് സ്റ്റോറി നോക്കാം. ലുക്ക് മദർ, കിറ്റി ഈസ് ഫ്ലൈയിങ്. നോക്കൂ അമ്മേ, കിറ്റി ഈസ് ഫ്ലൈയിങ്. കിറ്റി
പറക്കുന്നുണ്ട്, പറന്നുകൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ വിങ്സ്. വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ അല്ലേ, നല്ല ഭംഗിയുള്ള ചിറകുകൾ. ദ ടെയിൽ ഈസ് ലൈക്ക് എ റിബൺ. അതിൻ്റെ ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വാല്. ലൈക്ക് എ റിബൺ പോലെയുണ്ട്, നല്ല റെഡ് കളറിലുള്ള റിബൺ പോലെയുണ്ട് അല്ലേ. അത് നമുക്ക് പിക്ചറിൽ നോക്കിയാൽ കാണാം. മിനു സെറ്റ് ഹാപ്പിലി. മിനു സന്തോഷത്തോടു കൂടി പറഞ്ഞു. ദ ബേർഡ് സാറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഷെൽഫ്. അപ്പം ബേർഡ് എന്ത് ചെയ്തു, സാറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഷെൽഫ്. അവരുടെ വീട്ടിലെ ഷെൽഫിൻ്റെ മുകളിലായിട്ട് അങ്ങനെ ഇരുന്നു. ഇറ്റ് ഫ്ലൂ അപ്പ് അഗെയിൻ ആൻഡ് സാറ്റ് ഓൺ മിനൂസ് ഷോൾഡർ. അത് എന്ത് ചെയ്തു, ഇറ്റ് ഫ്ലൂ അപ്പ് അഗെയിൻ, വീണ്ടും പറന്നു. ആൻഡ് സാറ്റ് ഓൺ മിനൂസ് ഷോൾഡർ, എന്നിട്ട് മിനുവിൻ്റെ ഷോൾഡറിൽ ഇരുന്നു. ഷീ പാറ്റഡ് ദ ബേർഡ് ലവിങ്ലി. അപ്പോൾ അവൾ എന്ത് ചെയ്തു, സന്തോഷത്തോടു കൂടി, ലവിങ്ലി ഇഷ്ടത്തോടു കൂടി എന്ത് ചെയ്തു, ആ ഒരു ബേർഡിൻ്റെ പുറത്ത് ഇങ്ങനെ തട്ടി. പാറ്റഡ് മീൻസ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ തട്ടുന്നതാണ് കേട്ടോ, ഇഷ്ടത്തോടു കൂടി തട്ടുന്നതിനാണ് പറയാം. ഷാൽ വി ഗോ ഔട്ട്, നമുക്ക് പുറത്തേക്ക് പോയാലോ? ആസ്റ്റ് മിനു ചോദിച്ചു. മിനു, കിറ്റി ക്യാൻ ഫ്ലൈ നൗ, ലെറ്റ് ഇറ്റ് ഗോ, മദർ സെറ്റ്. അപ്പം അമ്മ എന്താ പറയുന്നത്, മിനു കിറ്റി ക്യാൻ ഫ്ലൈ നൗ, കിറ്റിക്ക് ഇപ്പോൾ പറക്കാൻ സാധിക്കും. ലെറ്റ് ഇറ്റ് ഗോ, മദർ സെറ്റ്. അമ്മ പറയാണ് അതിനെ പറന്ന് പോകാൻ അനുവദിക്കാൻ വേണ്ടിയിട്ട് അമ്മ പറയാണ്. വിൽ മിനു ലെറ്റ് കിറ്റി ഗോ, മിനു കിറ്റീനെ പോകാൻ അനുവദിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. വാട്ട് ഈസ് മിനു ഡൂയിങ്, എന്താണ് മിനു ചെയ്യുന്നത്, നമുക്ക് നോക്കാം. കിറ്റി ആൻഡ് മിനു ബിക്കെയിം ക്ലോസ് ഫ്രണ്ട്സ്. കിറ്റിയും മിനും വളരെയധികം അടുത്ത സുഹൃത്തുക്കളായി. വൺ ഡേ ദേ വർ പ്ലേയിങ് അണ്ടർ എ ട്രീ. വൺ ഡേ, ഒരു ദിവസം, ദേ വർ പ്ലേയിങ് അണ്ടർ എ ട്രീ, അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയാണ്, അണ്ടർ എ ട്രീ, ഒരു മരത്തിൻ്റെ താഴെ. കിറ്റി, യു ക്യാൻ നൗ ഫ്ലൈ ഹൈ. കിറ്റി, നിനക്കിപ്പം എന്താണ്, യു ക്യാൻ നൗ ഫ്ലൈ ഹൈ, നിനക്കിപ്പം ഉയരങ്ങളിൽ പറക്കാൻ സാധിക്കും. ഡോണ്ട് യു വാണ്ട് ടു ഗോ ടു യുവർ മദർ, മിനു ആസ്റ്റ്. അപ്പം മിനു ചോദിക്കുകയാണ്, ഡോണ്ട് യു വാണ്ട് ടു ഗോ ടു യുവർ മദർ, നിനക്ക് നിൻ്റെ അമ്മയുടെ അടുത്ത് പോകണ്ടേ, മിനു ആസ്റ്റ്. മിനു ചോദിച്ചു. ഫ്ലൈ കിറ്റി ഫ്ലൈ, മിനു ഹെൽഡ് കിറ്റി ഇൻ ഹെർ ഹാൻഡ്സ്. പറക്ക് കിറ്റി പറക്ക് എന്ന് പറഞ്ഞ് മിനു ഹെൽഡ് കിറ്റി ഇൻ ഹെർ ഹാൻഡ്സ്, കിറ്റീനെ അവളുടെ കൈകളിൽ ഇങ്ങനെ പിടിച്ചു. ഷീ ടോസ്ഡ് ഹെർ ഇൻ ടു ദ എയർ, എന്നിട്ട് എന്ത് ചെയ്തു, ഷീ ടോസ്ഡ് മീൻസ് ഇങ്ങനെ പറക്കാൻ വേണ്ടിയിട്ട് എറിയില്ലേ, അങ്ങനെ മൃദുവായിട്ടൊന്ന് മെല്ലെ ഇങ്ങനെ എയറിലേക്ക് എറിഞ്ഞു. ഹെർ ഇൻ ടു ദ എയർ. അപ്പം അവൾ എന്ത് ചെയ്തു, ഷീ ടോസ്റ്റ് ഹെർ ഇൻ ടു ദ എയറിലേക്ക് ഇങ്ങനെ ആ ഒരു ബേർഡിന് പറക്കാൻ വേണ്ടിയിട്ട് എറിഞ്ഞു. കിറ്റി ഫ്ലൂ അപ്പ് ആൻഡ് സാറ്റ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. അപ്പോൾ കിറ്റി എന്ത് ചെയ്തു, ഫ്ലൂ അപ്പ് പറന്നു, മുകളിലേക്ക് പറന്നു. ആൻഡ് സാറ്റ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ, ഒരു ട്രീയുടെ ബ്രാഞ്ചിൽ, ശിഖരത്തിൽ, കൊമ്പിൽ ഇങ്ങനെ പോയിട്ടിരുന്നു. മിനു ലുക്ക്ഡ് അപ്പ് അറ്റ് കിറ്റി. മിനു എന്ത് ചെയ്തു, ലുക്ക്ഡ് അപ്പ് അറ്റ് കിറ്റി, കിറ്റി ഇരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബ്രാഞ്ചിലേക്ക് നോക്കുകയാണ്. ഡോണ്ട് യു വോണ്ട് ടു ഗോ, മിനു ആസ്റ്റ്. മിനു ചോദിക്കുകയാണ്, നിനക്ക് പോവണ്ടേ, മിനു ആസ്റ്റ്. മിനു ചോദിച്ചു. കിറ്റി ഫ്ലൂ ഡൗൺ ആൻഡ് സാറ്റ് ഓൺ ഹെർ ആം. അപ്പോൾ കിറ്റി താഴേക്ക് പറന്നു. ആൻഡ് സാറ്റ് ഓൺ ഹെർ ആംസ് എന്ന് അതായത് എന്നിട്ട് മിനുവിൻ്റെ കയ്യിൽ വന്നിരുന്നു. മിനു ഹെൽഡ് കിറ്റി ക്ലോസ് ടു ഹെർ. മിനു എന്ത് ചെയ്തു, അവളെ ഇങ്ങനെ ഈ കിറ്റീനെ ഇങ്ങനെ പിടിച്ചു. ക്ലോസ് ടു ഹെർ, അവളോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഓ സ്വീറ്റി, ഐ നോ യു ഡോണ്ട് വോണ്ട് ടു ലീവ് മീ. അപ്പം ഈ കിറ്റീനെ വിളിക്കുകയാണ്, ഓ സ്വീറ്റി, എനിക്കറിയാം, ഐ നോ യു ഡോണ്ട് വോണ്ട് ടു ലീവ് മീ, നിനക്ക് എന്നെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല. ലെറ്റ് us ഗോ ടു മൈ ഫ്രണ്ട്സ്, സെഡ് മിനു. അപ്പം മിനു പറഞ്ഞു, നമുക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോവാം, സെഡ് മിനു. മിനു പറഞ്ഞു. വിൽ കിറ്റി ഫ്ലൈ എവേ, കിറ്റി പറന്ന് ദൂരേക്ക് പോകുമോ? ഹൗ വുഡ് മിനു ഫീൽ ദെൻ, അങ്ങനെയാണെങ്കിൽ മിനുവിന് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. ഈസ് മിനു ഫ്ലൈയിങ് എ കൈറ്റ്, മിനു ഒരു പട്ടം പറത്തുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഈസ് ഷീ ഹാപ്പി, വൈ, അവൾ ഹാപ്പിയാണോ, ആണെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളതാണ് കുട്ടികളോട് ചോദിക്കാം കേട്ടോ. സ്റ്റോറി നോക്കാം. മൈ കൈറ്റ് ഇസ് ഫ്ലൈയിങ് ഹൈ, റിയാസ് സെറ്റ്. അപ്പോൾ നമുക്ക് പിക്ചറിൽ നോക്കിയാൽ കാണാം കുട്ടികൾ പട്ടം പറത്തുന്നുണ്ട്. അപ്പോൾ അതിൽ പറയാണ്, മൈ കൈറ്റ് ഇസ് ഫ്ലൈയിങ് ഹൈ, റിയാസ് സെറ്റ്. റിയാസ് പറഞ്ഞു, എൻ്റെ കൈറ്റാണ് ഉയരത്തിൽ പറക്കുന്നത്. നോ മൈ യെല്ലോ വൺ ഇസ് ഹയർ, സെറ്റ് മായ. അപ്പോൾ മായ പറയാണ്, നോ അല്ല, മൈ യെല്ലോ വൺ ഇസ് ഹയർ, എൻ്റെ മഞ്ഞ പട്ടമാണ് ഏറ്റവും മുകളിലുള്ളത്, സെറ്റ് മായ. മായ പറഞ്ഞു. ബട്ട് ലുക്ക് ദർ ഈസ് അനദർ വൺ ഫ്ലൈയിങ് എബവ് ഓൾ അവർ കൈറ്റ്സ്. അപ്പോൾ പറയാണ്, ബട്ട് ലുക്ക് ദെയർ ഈസ് അനദർ വൺ, വേറൊരു പട്ടം, ഫ്ലൈയിങ് എബവ് ഓൾ അവർ കൈറ്റ്സ്, നമ്മളുടെ എല്ലാവരുടെയും പട്ടത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വേറെ ഒന്നിങ്ങനെ പറക്കുന്നുണ്ട്. റിയാസ് സെറ്റ്, റിയാസ് പറഞ്ഞു. എവ്രി വൺ ലുക്ക്ഡ് അപ്പ്, എല്ലാവരും മുകളിലേക്ക് നോക്കി. ഓ ഇറ്റ് ഹാസ് എ കളർഫുൾ ടെയിൽ, ഓ അതിന് നല്ല കളർഫുൾ ആയിട്ടുള്ള, നല്ല എന്താണ്, ഒരുപാട് വർണ്ണമുള്ള ടെയിലുണ്ട്, അതായത് എന്താണ്, വാലുണ്ട്. ഹൂ
ഹൂസ് കൈറ്റ് ഇസ് ദാറ്റ്? ആരുടെ കൈറ്റാണത്? ദിനു ആസ്റ്റ്. ദിനു ചോദിച്ചു. ഇറ്റ് ഇസ് നോട്ട് എ കൈറ്റ്. അതൊരു കൈറ്റ് അല്ല. ഇറ്റ് ഇസ് എ ബേർഡ്. അതൊരു ബേർഡാണ്. മായ സെറ്റ്. മായ പറഞ്ഞു. ഇറ്റ് ഇസ് മൈൻ. അത് എൻ്റേതാണ്. ആരാണ് പറയുന്നത്? ഹൂ ഇസ് ദാറ്റ്? ആരാണത്? ദ ഫ്രണ്ട്സ് ലുക്ക്ഡ് ബാക്ക്. ഫ്രണ്ട്സ് എന്ത് ചെയ്തു? തിരിഞ്ഞു നോക്കി ആ ഒരു ശബ്ദം കേട്ട സ്ഥലത്ത് നിന്ന്. ഇറ്റ് ഇസ് മൈൻ എന്ന് കേട്ട സ്ഥലത്തേക്ക്. മിനു, ഈസ് ഇറ്റ് യുവേഴ്സ്? മിനു, ഇത് നിൻ്റേതാണോ? ദേ ആസ്റ്റ് ഇൻ വണ്ടർ. അവർ അത്ഭുതത്തോടു കൂടി ചോദിച്ചു. വണ്ടർ മീൻസ് ആശ്ചര്യം, അത്ഭുതം എന്നുള്ളതാണ്. യെസ്, ഇറ്റ് ഇസ് മൈ കിറ്റി. അതെ, ഇതെൻ്റെ കിറ്റിയാണ്. മിനുസ് ഫേസ് ഷോൺ വിത്ത് ജോയ്. മിനുവിൻ്റെ ഫേസ് എന്താണ്? സന്തോഷം കൊണ്ട് തിളങ്ങി എന്നുള്ളതാണ്. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിൽ കിറ്റി സ്റ്റേ വിത്ത് മിനു? മിനുവിൻ്റെ കൂടെ ആ ഒരു കിറ്റി ഇനിയും സ്റ്റേ ചെയ്യുമോ എന്നുള്ളതാണ്, നിൽക്കുമോ എന്നുള്ളതാണ്. വൈ ഈസ് കിറ്റി സോ ഹാപ്പി വിത്ത് മിനു? മിനുവിൻ്റെ കൂടെ എന്തുകൊണ്ടാണ് കിറ്റി വളരെ ഹാപ്പി ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? മിനു ഒരിക്കലും ആ ഒരു ബേർഡിനെ ഒരു കൂട്ടിനുള്ളിലിടാനോ അതിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാണ്ടാക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അതിനെ തുറന്നു വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ പറത്തി വിട്ടിട്ടുണ്ടല്ലേ. നീ നിൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പോയിക്കോ, നിനക്ക് നിൻ്റെ അമ്മേൻ്റെ കാണണ്ടേ എന്നൊക്കെ ചോദിച്ച് പറത്തി വിടുന്നുണ്ട്. പക്ഷേ എന്താണ്? കിറ്റി പോകുന്നില്ല. കിറ്റി തിരിച്ച് മിനുവിൻ്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ അത് അവരുടെ ഫ്രണ്ട്ഷിപ്പിനെയും അതേപോലെ എന്താണ് മിനു കൊടുത്തിട്ടുള്ള മിനു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ. ഒരു ബേർഡിൻ്റെ സ്വാതന്ത്ര്യം അതേപോലെ അതിന് ഫ്ലൈ ചെയ്യാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് മിനു അതിനെ എന്ത് ചെയ്യുന്നത്? ഒരു പെറ്റായിട്ട് അതിൻ്റെ കൂടെ കൂട്ടിയിട്ടുള്ളത്, മിനുവിൻ്റെ കൂടെ കൂട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പം അതിന് പറന്ന് അതിൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ പോകാം. മിനു അതിനൊരിക്കലും തടസ്സമായിട്ട് നിന്നിട്ടില്ല അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ആ ഒരു മിനുവും ബേർഡും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും അവരുടെ എന്താണ് ബേർഡ്സിൻ്റെയും നമുക്ക് ഓരോ ജീവജാലങ്ങൾക്കും ഓരോ സ്വാതന്ത്ര്യമുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയും കൂടിയാണ്. അത് മനുഷ്യരില്ലാതാക്കരുത് എന്നുള്ള കാര്യം മിനു ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം മിനു ഈ ഒരു ബേർഡിനെ ഒരിക്കലും ഒരു കൂട്ടിനുള്ളിൽ പൂട്ടിയിട്ടിട്ടില്ല അല്ലേ. സോ അതാണ്. അപ്പം ഇവിടെ മിനുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പട്ടം പറത്തുക എന്നുള്ളത്, ഉയരത്തിൽ പറത്തുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആ ഒരു പട്ടം മിനുവിൻ്റെ കിറ്റിയാണ് അല്ലേ. കിറ്റീനെയാണ് പറത്താൻ ഏറ്റവും ഉയരത്തിൽ ഈ അവളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പട്ടത്തിൻ്റെ മുകളിൽ പറത്താൻ മിനുവിന് സാധിച്ചത്. അപ്പോൾ അവൾ ഹാപ്പിയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇത്രയാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ. സീ വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.